അപ്പോൾ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ DBC കഴിക്കാൻ വേണ്ടിയിട്ട് കോർണർ ഹൗസിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ഇന്ദിരാനഗറിലുള്ള കോർണർ ഹൗസ് ആണ് കേട്ടോ. ഇവിടെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐസ്ക്രീംസും ഷേക്കും ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ വാങ്ങിയ DBC. എനിക്ക് നല്ല ഇഷ്ടമായി, അടിപൊളിയാണ് കേട്ടോ. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ട് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പം നമ്മൾ കോർണർ ഹൗസിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ലഞ്ച് കഴിക്കേണ്ട സമയം കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് നമ്മൾ നേരെ തായ് ബീച്ചിലേക്ക് വിട്ടു തായ് ഫുഡ് കഴിക്കാൻ. ഇതാണ് തായ് ബേസിൽ നല്ല ഒത്തൻറ്റിക് ആയിട്ടുള്ള തായ്ലൻഡ് ഫുഡ് കഴിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ന്യൂ ബുക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ അതിലോരോ പിക്ചർ അടക്കം കൊടുത്തിട്ടുണ്ടായിരുന്നു. വല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസിൻ്റെ പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിക്ചർ കുറേ സമയം നോക്കിയിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് ശരിക്കും ഒരു തായ്ലൻഡ് ലുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നേ. നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് കുറച്ച് വാങ്ങി. അപ്പോൾ ഇതാണ് കേട്ടോ ആദ്യം വന്ന ഡിഷ്. നല്ല അടിപൊളിയായിരുന്നേ. ഞാനാണ് കുറച്ചധികം കഴിച്ചത്. പിന്നെ ടോമിയം സൂപ്പ് വന്നു കേട്ടോ. അവർ സർവ് ചെയ്യുന്നത് വേറെ രീതിയിലായിരുന്നേ. സൂപ്പിന് നല്ല ചൂടുണ്ടായിരുന്നു. ആദ്യം കുടിച്ചപ്പോൾ എനിക്കൊരു ടേസ്റ്റ് തോന്നി, പിന്നെ എനിക്ക് അത്ര ടേസ്റ്റ് തോന്നിയില്ല. പുളിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ടോമിയം സൂപ്പ് ഇഷ്ടാവും. അപ്പോൾ പ്രോൺസിൻ്റെ ഡിഷ് വന്നപ്പം ഏറ്റവും വലിയ പ്രോൺസ് ആയിരുന്നു കേട്ടോ. ഞാൻ ഇതുവരെ ഇത്രയും വലിയ പ്രോൺസ് കഴിച്ചിട്ടില്ല. കൂടുതലും ഞാൻ തന്നെയാണ് ഈ പ്രോൺസിൻ്റെ ഡിഷ് കഴിച്ചത്. അപ്പോൾ ഫ്രണ്ട്സ്, അതിനുശേഷം ഒരു റൈസ് നൂഡിൽസ് ആണേ വന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവർ സർവ് ചെയ്യുന്ന കാണാൻ തന്നെ പ്രത്യേക ഭംഗിയായിരുന്നു. റൈസ് നൂഡിൽസ് ഞാൻ ചോപ്സ്റ്റിക്ക് വെച്ചാണ് ട്രൈ ചെയ്തത്. ആദ്യം എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു, പിന്നെ എനിക്ക് ഈസിയായി. സ്പെഷ്യൽ ആയിട്ടുള്ള ഡെസേർട്ട് മാംഗോ സ്റ്റിക്കി റൈസ് ആയിരുന്നേ. ഈ
സിറപ്പ് കൂട്ടി കഴിച്ചപ്പോൾ എനിക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല, പക്ഷേ ഞാൻ മാംഗോയും ആ സ്റ്റിക്കി റൈസും കൂട്ടി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അടുത്ത ബാംഗ്ലൂർ വിശേഷവുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.